കെ.ജി. ജ്യോതിർഘോഷ്, നോക്കൂ, നമ്മുടെ നാട് ഒരു വലിയ ദുരന്ത മുഖത്താണ്. ഇപ്പം ആശങ്ക കുറയുന്നു, ആശ്വാസമാകുന്നു. പക്ഷെ ഇപ്പോഴും നമ്മുടെ കുറേയധികം മനുഷ്യർ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുകയാണ്. പക്ഷേ ഈ സമയത്ത് കൂടുതലും രാഷ്ട്രീയം ചർച്ചയാവുകയാണ്. രാഷ്ട്രീയം ചർച്ചയാകുന്നു എന്ന് പറയുമ്പോൾ ക്യാമ്പുകളിൽ നിന്നുള്ള പരാതിയേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി ചെയ്യുന്നത്, അതിൽ വിമർശനങ്ങൾ ഉയരുകയാണ്. ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആരെ കാണാൻ പോയി? അത് സ്വകാര്യ ആവശ്യത്തിനാണോ? ഇത്രയും വിമർശനങ്ങൾ ഉയരുമ്പോൾ വേണമെങ്കിൽ ആ നിക്ഷേപകരാണ് ആരാണ് എന്ന് പറയാം. നേരത്തെ ജയ്ക്ക് ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്കാണോ പോകേണ്ടത്? അല്ല, ചീഫ് സെക്രട്ടറി കൂടെ വേണം, വ്യവസായ വകുപ്പിൽ നിന്ന് സെക്രട്ടറിമാർ കൂടെ വേണം. അതൊന്നുമില്ലാതൊരു യാത്ര, ഇത് സ്വകാര്യ ആവശ്യത്തിനാണോ എന്നുള്ളൊരു യാത്ര. അങ്ങനെ ഈ വിഷയങ്ങളാണോ ശരിക്കും ഈ ഘട്ടത്തിൽ ചർച്ചയാകേണ്ടത്? നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ആലോചിക്കണം. നമ്മൾ ഈ രക്ഷാപ്രവർത്തകൻ കണ്ണൂർ ചെറുപുഴയിൽ മരിച്ച രാജേഷിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ രാജേഷിൻ്റെ വീട്ടിലൊരു പക്ഷേ ആരും ടി വി വയ്ക്കുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ രാജേഷിൻ്റെ അയൽപക്കത്തുള്ളവർ നമ്മളുടെ ഈ ചർച്ച കാണുമ്പോൾ, അതേപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ നമ്മളുടെ ഈ ചർച്ച കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ മുതിർന്നവരെ വിട്ടേക്കുക. എന്തൊരു ജുഗുപ്സാവഹമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പം ജെൻസിയുടെ പ്രക്ഷോഭം വന്നു. എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടുത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ്. കാരണം ആ രാഷ്ട്രീയം, ഇതാണ് നമ്മൾ കാണുന്ന രാഷ്ട്രീയം. ഇപ്പോൾ ഈ ക്യാമ്പുകളിലുള്ള കുട്ടികൾ നമ്മളുടെ ഈ ചർച്ച കാണുകയാണെന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു റീസണബിളായിട്ട് ചിന്തിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടി അവിടുത്തെ ദുരന്തങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ അവരെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയങ്ങളാണോ നമ്മൾ സംസാരിക്കുന്നത്? ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 2018 പ്രളയവും ഈ പ്രളയവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം 2018 പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1924 ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രളയമാണ്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരേപോലെ ബാധിക്കുകയും ജീവിതം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഓരോ വ്യക്തിയും ഒരു വല്ലാത്തൊരു അസ്വസ്ഥയിലായതുണ്ട്. അതുമായിട്ട് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യരുത്. ഇതിപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഈ 2-3-4 ജില്ലകളിൽ കേന്ദ്രീകരിച്ചുണ്ടായ സംഗതിയാണ്. ബാക്കിയുള്ള കേരളത്തിൻ്റെ ഭാഗത്തുള്ളവരൊക്കെ ഇതിൻ്റെ കാഴ്ചക്കാരായിട്ടും ഒക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ ദുരിത സമയത്ത് നമ്മളാരും ഇത്തരം ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോയില്ല. എല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനത്തിലായിരുന്നു. കക്ഷിയും രാഷ്ട്രീയവും സകലതും മറന്നു. നമ്മൾ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. RSSകാരും CPMകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും എല്ലാവരും ഒന്നിച്ചെന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അത് ആ ദുരന്തം നമ്മളെ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ മാറി നിന്ന് ഈ ദുരന്തം കാണുന്നത് കൊണ്ട്, കാഴ്ചക്കാരാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു നറേറ്റീവ്, ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് നറേറ്റീവാണ്. ഒരാൾ നമ്മൾ വേണമെങ്കിൽ ഫിക്സ് ചെയ്തിട്ട് അതിങ്ങനെ പറഞ്ഞു പോകാം. പക്ഷേ അത് പഴയ കാലം പോലെ ഇപ്പോൾ അത് ഏൽക്കുന്നില്ല. അതിന് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതിനകത്തുള്ള വിശ്വാസ്യതകൾ വരണം. ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ നിലവിലുള്ള നറേറ്റീവ് എന്ന് പറഞ്ഞാൽ 2018-ലെയും 2019-ലെയും പ്രളയം കൈകാര്യം ചെയ്തതുപോലെയാണോ ഇപ്പോഴത്തെ പ്രളയം കൈകാര്യം ചെയ്യുന്നത്? അതിനകത്തൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു നറേറ്റീവ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സംശയമായി. ഇപ്പം ആര്യ എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ പത്തനംതിട്ട, അതുപോലെ ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. എന്താണ് ഇതിൻ്റെ ആക്ച്വൽ പിക്ചർ എന്നറിയാൻ വേണ്ടിയിട്ട്. പത്തനംതിട്ടയിൽ എൻ്റെ പഴയ കൊളീഗായിരുന്ന ജോസഫ് മാത്യു ആണ് മാതൃഭൂമിയുടെ അവിടുത്തെ ഡിസ്ട്രിക്ട് കറസ്പോണ്ടൻറ്റ്. ജോസഫ് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ച്വൽ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ അണുകിട ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുള്ള കക്ഷിയല്ല. ഞാൻ ജോസഫിനോട് ചോദിച്ചു എന്താണ് അവസ്ഥയെന്ന് ചോദിച്ചു. അപ്പോൾ ജോസഫ് പറഞ്ഞ ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത്, ഓവറോൾ നമ്മളിതെല്ലാം തകരാറിലാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. മറിച്ച് ഉദാഹരണത്തിന് ചില പ്രദേശങ്ങളിൽ, ചില ദ്വീപുകൾ പോലുള്ള പ്രദേശങ്ങളിൽ, അത് ആറന്മുളയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, അതായത് നീർവിളാകം പോലുള്ള സ്ഥലങ്ങളിൽ, അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ വള്ളത്തിലേക്ക് കൊതുമ്പ് വെള്ളത്തിൽ എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ ഇപ്പോൾ റാന്നി ആണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ റാന്നി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ എല്ലാ സമയങ്ങളും അവരെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്, എന്താവശ്യം പറഞ്ഞാലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം ജോസഫ് പറഞ്ഞത്, പല ഉദ്യോഗസ്ഥരും പുതിയ ആൾക്കാരാണ്.
അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഈ അധികാരത്തിലേറി ഈ ഭരണവുമായിട്ട് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതിൻ്റെതായ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ തകരാറിലായി എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള നെറേറ്റീവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലപ്പുഴയിൽ കോൺടാക്ട് ചെയ്തു. ആലപ്പുഴയിൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ റിയൽ ഇഷ്യൂസ് നമ്മൾ മറക്കപ്പെടുകയാണ്. ഈ ജുഗുപ്സാവഹമായ ഡെസ്പിക്കബിൾ ആയിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ഈ നറേറ്റീവ്സിനിടയ്ക്ക് റിയൽ ഇഷ്യൂസ് മൂടിപ്പോവുക ചെയ്യുന്നത്. ഇപ്പം കുട്ടനാട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് അവിടെ തിട്ട കെട്ടി കേരളത്തിൻ്റെ നെല്ലറയാക്കിയ ഒരു സ്ഥലമാണ്. അവിടെ ഇന്നിപ്പം മനുഷ്യന് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് യഥാർത്ഥ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ മെയ് ജൂൺ മാസത്തിലാണ് അവിടെ പൊഴി മുറിക്കേണ്ടത്. പക്ഷേ അവിടെ ഇപ്പം പൊഴി മുറിക്കുന്നത് ഇന്നലെ മുതൽ, അതായത് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ ഒന്ന് പറഞ്ഞു അവിടെ പൊഴിമുറിപ്പ് തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ അവിടെ അതിന് മാത്രമല്ല, അതിന് മുമ്പ് തന്നെ ലീഡ് ചാനലിൽ വേസ്റ്റ് മാറ്റണം, എങ്കിലേ ഈ വെള്ളം ഒഴുകി വരത്തുള്ളൂ. ഈ സ്പിൽവേയിലൂടെ തുറന്നു കഴിഞ്ഞാലും വെള്ളം വരണമെന്നുണ്ടെങ്കിൽ ലീഡ് ചാനലിലെ വേസ്റ്റ് മാറ്റണം, അതുപോലെ പൊഴി നന്നായിട്ട് മുറിക്കണം. മാത്രമല്ല ഇത് ചെയ്തില്ല എന്ന് മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കൂ, മെയ് ജൂൺ മാസത്തിൽ ചെയ്യേണ്ടത് അത് അവിടുത്തെ ജില്ലാധികാരികളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറാണ് അതിന് ഉത്തരവാദി. അത് എന്തുകൊണ്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ മറ്റു ചില പ്രശ്നങ്ങളുണ്ട്, സാമൂഹികമായ പ്രശ്നങ്ങൾ, കരിമണൽ നീക്കവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാമൂഹികമായ വിഷയങ്ങളും ഇതിന് തടസ്സമാകാൻ കാരണമായിട്ടുണ്ടാകാം. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ മറ്റൊരു വിഷയം കൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പൗർണമി കഴിഞ്ഞ സമയമാണ്. പൗർണമി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒഴുകി വന്ന പമ്പയാണെങ്കിൽ നിറഞ്ഞു കിടക്കുകയാണ്, അതിൻ്റെ അടിഭാഗം നിറഞ്ഞു കിടക്കുന്നു, ഡാമുകളുടെ അടിഭാഗം നിറഞ്ഞു കിടക്കുന്നു. അവിടെ റൂമില്ല, റിവറിനും റൂമില്ല, ഡാമിനും റൂമില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ പമ്പയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളത്തിൻ്റെ 3 ഇരട്ടി ഉയരത്തിലാണ് കടലിൻ്റെ നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊഴിയിലൂടെ ചെറിയ തോതിൽ ഒഴുകി പോകുന്ന വെള്ളം പോലും വളരെ ചെറിയൊരു ഇടുക്കിലൂടെയാണ് ഈ സ്പിൽവേയിലൂടെ വെള്ളം ഒഴുകി പോകുന്നത്. അത് ഒഴുകി പോകുന്നത് പോലും അവിടെ ഇടിച്ചു നിൽക്കുകയായിരുന്നു. കാരണം കടൽ വളരെ മുകളിൽ നിൽക്കുക, വേലിയേറ്റം കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.